മലയാള സിനിമ ഇന്ത്യൻ സിനിമാ രംഗത്ത് പല രീതിയിലും വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള, പല പുതിയ മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുള്ള മലയാള സിനിമാ രംഗത്തെ നിലവിലുള്ളതിൽ വെച്ചിട്ട് ടോപ്പ് 7 ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഒന്ന് നോക്കിയാലോ. നമ്പർ 7, 7ാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, സുരേഷ് ഗോപി. മാസ് ക്യാരക്ടറുകൾ ഇത്രയധികം പോപ്പുലർ ആക്കിയൊരു വേറെ നടനുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ് അല്ലേ. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. ബോണസ് വളർന്നു വലുതായത് ഈ നാടിന്റെ നെഞ്ചു കീറി പിളർക്കാനാണെന്ന് ഞങ്ങൾ പാവ ഇന്ത്യക്കാർക്ക് മനസ്സിലായില്ലടാ. നമ്പർ 6, ജയറാം. ഒരു കുടുംബ നടനായിട്ടായിരിക്കാം ജയറാം എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നില്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ളൊരു നടൻ. മാസ് കഥാപാത്രങ്ങളും മറ്റ് ഭാഷകളിൽ വ്യത്യസ്തമായുള്ള കഥാപാത്രങ്ങളും അദ്ദേഹം അതോടൊപ്പം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്പർ 5, നിവിൻ പോളി. നിവിൻ പോളി എന്ന് പറഞ്ഞൊരു വ്യക്തി പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമയിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ലാങ്ങും സ്റ്റൈലും ഒക്കെയാണ് മലയാള സിനിമയിൽ. നമ്പർ 4, പൃഥ്വിരാജ് സുകുമാരൻ. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ചോ അഭിനയ മികവിനെക്കുറിച്ചോ ഒന്നും ഞാനിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് മറ്റൊരു കാര്യമാണ്. പണ്ട് അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത് രായപ്പൻ എന്നാ. അന്ന് രായപ്പൻ എന്ന് വിളിച്ചവരെ കൊണ്ട് തിരുത്തി ഇന്ന് രാജുവേട്ടൻ എന്ന് വിളിപ്പിച്ച മുതൽ കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും കൈമുതലാക്കിയ മുതൽ നല്ലൊരു ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. യു സീ ദി ഐറണി ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. നമ്പർ 3, ദുൽഖർ സൽമാൻ. തീർച്ചയായിട്ടും ദുൽഖർ സൽമാനെ നമ്മൾ പലപ്പോഴും നെപ്പോട്ടിസം എന്നൊക്കെ വിളിച്ച് കളിയാക്കുമല്ലേ. പക്ഷേ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിനെയും ഒരിക്കലും നമുക്ക് ഈ ഒരു പേര് വെച്ചിട്ട് കുറച്ച് കാണാൻ പറ്റില്ല. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ പാൻ ഇന്ത്യ ലെവലിൽ സ്വന്തമായിട്ടൊരു സ്ഥാനം രേഖപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. You could try to play it, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive. നമ്പർ 2, മമ്മൂട്ടി. ഒരിക്കലും കമ്പാരിസൺ യാതൊരു സ്ഥാനവും ഇല്ലാത്ത ഇന്ത്യൻ സിനിമാ നടന്മാരിലെ ലെജൻസിൻ്റെ ലിസ്റ്റിൽ പെടുന്ന ഒരുപാട് നാഷണൽ അവാർഡുകളും സ്റ്റേറ്റ് അവാർഡുകളും വാരിക്കൂട്ടിയൊരു നടൻ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. നമ്പർ 1, മോഹൻലാൽ. ഈ അടുത്തിടെ ഇറങ്ങിയ ഏതാനും ചില സിനിമകൾ വെച്ച് അദ്ദേഹത്തെ വിലയിരുത്തുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയം എന്താണെന്നോ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് എന്താണെന്നോ അറിയാത്തവരായിരിക്കും എന്ന കാര്യം തീർച്ചയാണ്. അത്രമേൽ ലെജൻഡറിയാണ് ഈ ഒരു നടൻ. ഇത് കണ്ട് കുറ്റം പറയാനോ തെറി വിളിക്കാനോ വരുന്നവരോട് ഇത് ഞാൻ കണ്ടുപിടിച്ച ലിസ്റ്റല്ല, ChatGPT തന്ന ലിസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഫഹദ് ഫാസിലൊന്നും ഈ ലിസ്റ്റിലില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ChatGPT ഒരിക്കലും മൊത്തമായിട്ട് നമുക്ക് നമ്പാനൊന്നും പറ്റില്ല. ഇനി അഥവാ ഫഹദിനെയൊക്കെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെങ്കിൽ അദ്ദേഹത്തിന് എത്ര സ്ഥാനം കൊടുക്കാൻ പറ്റുമെന്ന് ഇത്ര നേരം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.